അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 ചൊവ്വാഴ്ച. വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പീക്ക് മണിക്കൂറുകളിൽ അമിതമായ ലോഡ് വരുന്നതാണ് പവർ കട്ടിന് കാരണമെന്നും അതിനെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്നലെ 11.31 കോടി യൂണിറ്റാണ് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 5646 മെഗാവാട്ടായി ഉയർന്നുവെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ഓവർലോഡ് കാരണം പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരികയാണെന്നും അതിനാൽ സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് KSEB ആവശ്യപ്പെട്ടു. ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോർമറുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. സാഹചര്യം ചർച്ച ചെയ്യാൻ KSEB ഇന്ന് ഉന്നതതല യോഗം ചേർന്നേക്കും. സംസ്ഥാനത്തെ കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾക്ക് പിന്നാലെ ആലപ്പുഴയിലും കോഴിക്കോട്ടും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇടുക്കി, വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ഇന്നലെ 41.3 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പകൽ സമയം പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർജ്ജലീകരണം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയനാട് തലപ്പുഴ കമ്പമലയിൽ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. പുലർച്ചെ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. 9 റൌണ്ട് വെടിവെപ്പുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടന്ന ദിവസം രാവിലെ 2 മാവോയിസ്റ്റുകൾ ഇവിടെ വരികയും വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തണ്ടർബോൾട്ട് പ്രദേശത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF വലിയ പ്രതീക്ഷയിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തും പൊന്നാനിയിലും UDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. വടകരയിൽ വർഗീയ പ്രചാരണം നടന്നിട്ടില്ലെന്നും ലീഗ് അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ലെന്നും ബാബരി സംഭവം ഉണ്ടായപ്പോൾ പോലും വർഗീയതയ്ക്കെതിരെ നിന്നവരാണ് മുസ്ലിം ലീഗെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ മേയറുടെ പ്രവൃത്തി പൊതുപ്രവർത്തകർക്ക് അപമാനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ട ഡ്രൈവറെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സച്ചിൻ ദേവ് MLAയ്ക്കും മേയർ ആര്യ രാജേന്ദ്രനും എതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ പരാതി ലഭിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാറാണ് പരാതി നൽകിയത്. ഏതൊരു പൌരനും പൊതുനിരത്തുകളിൽ സുഗമമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മാസം 27-ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും അവരുടെ കാർ പാളയം ജംഗ്ഷനിൽ നിരവധി ജനങ്ങളുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന KSRTC ബസ്സിന് കുറുകെ ഇടുകയും ബസ്സിലെ യാത്രക്കാരുടെ യാത്രയ്ക്ക് തടസ്സം വരുത്തുകയും ചെയ്ത സംഭവം അവകാശത്തിന്റെ ലംഘനമാണെന്ന് പരാതിയിൽ പറയുന്നു. പൊതുവാഹനങ്ങളും പൊതുജനങ്ങളുടെ യാത്രയും ആർക്കുവേണമെങ്കിലും ഏത് സമയത്തും തടയാം എന്ന തെറ്റായ സന്ദേശമാണ് ഈ സംഭവം സമൂഹത്തിന് നൽകുന്നതെന്നും പരാതിയിലുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ KSRTC ബസ്സിനെ തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കിയതും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് TDF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തും. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടുറോഡിൽ നടന്ന വാക്പോരിൽ മേയർക്കെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന പോലീസ് നിലപാടിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഡ്രൈവർ LH യദു. പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പറഞ്ഞു. തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു.
MLA തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും യദു കുറ്റപ്പെടുത്തി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തട്ടിപ്പാണെന്ന് ദല്ലാൽ നന്ദകുമാർ. ശോഭാ സുരേന്ദ്രൻ പക്ക തട്ടിപ്പുകാരിയാണ്. ഒരു മീറ്റിംഗിലും അവർ പങ്കെടുത്തിരുന്നില്ല. EP ജയരാജനൊപ്പം എപ്പോഴും കേഡർ പോലീസുണ്ട്. അങ്ങനെ രഹസ്യമായി ഒറ്റയ്ക്ക് വരാനൊന്നും EP ജയരാജനെ സാധിക്കില്ല. പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജനെ കാണാൻ പോയത് സർപ്രൈസ് എന്ന് പറഞ്ഞാണ്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ച് ജാവ്ദേക്കർ പറഞ്ഞപ്പോൾ EP ജയരാജൻ ദേഷ്യപ്പെട്ടുവെന്നും നന്ദകുമാർ പറഞ്ഞു. അഴിമതിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് LDF കൺവീനർ EP ജയരാജനെന്ന് കെ സുധാകരൻ. EP ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങിയത് സെഞ്ചുറി അടിച്ച ബാറ്റ്സ്മാന്റെ സന്തോഷത്തോടെയാണെന്നും പിണറായിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ EP ഒഴിഞ്ഞു നിൽക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയെ രക്ഷിക്കാനായിരുന്നു EPയുടെ കൂടിക്കാഴ്ച. അതുകൊണ്ടാണ് നടപടിയില്ലാതെ പോയതെന്നും EPയെ തൊട്ടാൽ അഴിമതിക്കൊട്ടാരം കത്തുമെന്നും പിണറായി അടക്കം അകത്തുപോകുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. BJPയിലേക്ക് ആളുകളെ എത്തിക്കേണ്ടത് ദല്ലാളുമാർ വഴിയല്ലെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ P. രഘുനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചു. കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല. നരേന്ദ്രമോദിയിൽ ആകൃഷ്ടരായാണ് BJPയിലേക്ക് ആളുകളെത്തുന്നത്. വിവാദം കോൺഗ്രസിന് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്നും P. രഘുനാഥ് സംശയം പ്രകടിപ്പിച്ചു. LDF കൺവീനർ EP ജയരാജനെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിനെ ദല്ലാൽ നന്ദകുമാർ വഴി ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ചകൾ നടത്തിയെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് BJPയുടെ മുതിർന്ന നേതാവിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് CPI 3 സീറ്റിൽ ജയിക്കുമെന്ന് പാർട്ടി വിലയിരുത്തൽ. തൃശൂരും മാവേലിക്കരയും തിരുവനന്തപുരവുമാണ് പ്രതീക്ഷ. തൃശൂരിൽ VS സുനിൽകുമാർ വലിയ ചലനമുണ്ടാക്കിയെന്നും പാർട്ടി വിലയിരുത്തലുണ്ട്. P. ജയരാജൻ വധശ്രമക്കേസിൽ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 7 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. വധശ്രമം, ആയുധം ഉപയോഗിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങി പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. 1-ാം പ്രതി കടിച്ചേരി അജി, 3-ാം പ്രതി കൊയ്യോൺ മനോജ്, 4-ാം പ്രതി പാറ ശശി, 5-ാം പ്രതി എളംതോട്ടത്തിൽ മനോജ്, 7-ാം പ്രതി ജയപ്രകാശൻ എന്നിവരെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. എന്നാൽ പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നാണ് അപ്പീലിൽ പറയുന്നത്. കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിനിടയിൽ ED ഉദ്യോഗസ്ഥരോട് ക്ഷോഭിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മെയ് 1 വീണ്ടും ഹാജരാകാൻ നോട്ടീസ് കൊടുത്തതാണ് പ്രകോപനത്തിന് കാരണം. തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ടെന്നും ഹാജരാകാനാകില്ലെന്നും വർഗീസ് EDയെ അറിയിച്ചു. എന്നാൽ സമൻസ് ഒഴിവാക്കാനാകില്ലെന്നും തൃശൂരിലെ CPMന്റെ ആസ്തി വിവരങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്നും ED നിലപാടെടുത്തു. എന്നാൽ ഇക്കാര്യത്തിൽ മറുപടി നൽകാതെ വർഗീസ് മടങ്ങുകയായിരുന്നു. എക്കാലവും CPMലെ ശാക്തിക ചേരിയായ കണ്ണൂർ ലോബി അന്തഛിദ്രം മൂലം തകർന്നിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. പിണറായിയുടെ ഉറ്റമിത്രങ്ങളായ ജയരാജന്മാർ 3 തട്ടിലാണ്. EP ജയരാജനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. കണ്ണൂർ ലോബിയിലെ സംഘർഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. ബാലാകോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കും മുൻപ് താൻ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്നും മുന്നിൽ നിന്ന് പോരാടുകയാണ് ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇത് പുതിയ ഭാരതമാണെന്നും നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്നും മോദി പറഞ്ഞു. വടക്കൻ കർണാടകയിലെ ബാഗൽകോട്ടിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ തുടരുന്നു. ഗാന്ധി കുടുംബത്തിലെ ഷീല കൌളിന്റെ ചെറുമകൻ ആശിഷ് കൌൾ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയും ശക്തമാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമേ പ്രിയങ്ക പങ്കെടുക്കൂവെന്നും റിപ്പോർട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിൽ ദില്ലി പോലീസ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വീട്ടിലെത്തി നാളെ ദില്ലി പോലീസിന് മുൻപാകെ ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹം നാളെ ഹാജരായേക്കില്ലെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതിനനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത്. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിനെ ഗുരുതര വീഴ്ച പറ്റിയെന്ന് കുറ്റപത്രത്തിൽ വിശദമാക്കുന്നു. ഇരകൾ പോലീസിനോട് സഹായം തേടിയിട്ടും നൽകിയില്ലെന്നും പോലീസ് വാഹനത്തിൽ ഇവരെ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ലെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അശ്ലീല വീഡിയോ വിവാദത്തെ തുടർന്ന് ജെഡിഎസ് പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്തു. SIT റിപ്പോർട്ട് വന്ന ശേഷം പുറത്താക്കണോ എന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകും. പാർട്ടി അധ്യക്ഷൻ HD ദേവഗൌഡയുടേതാകും അന്തിമ തീരുമാനം. ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം പാർട്ടി നിൽക്കുമെന്ന് HD കുമാരസ്വാമി പ്രതികരിച്ചു. പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ വിവാദത്തിൽ JDS കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് സസ്പെൻഷൻ എന്ന തീരുമാനത്തിലേക്കെത്തിയത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ കർണാടക DGPക്ക് നോട്ടീസ് അയച്ചു. സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കണമെന്നാണ് വനിതാ കമ്മീഷൻ ആവശ്യം. ജമ്മുകശ്മീരിൽ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും 5 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദോഡ, റിയാസി, കിഷ്ത്വാർ, റംബാൻ, ബാരാമുള്ള തുടങ്ങി നിരവധി മലയോര ജില്ലകളിലാണ് കനത്ത മഴയും മണ്ണിടിച്ചിലുമുണ്ടായത്. റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീനഗർ ജമ്മു ദേശീയപാത കഴിഞ്ഞ 3 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. കെനിയയിൽ അണക്കെട്ട് തകർന്ന് 50ഓളം പേർ മരിച്ചു. പടിഞ്ഞാറൻ കെനിയയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി മേഖലയിലെ ഓൾഡ് കിജാബെ അണക്കെട്ടാണ് തിങ്കളാഴ്ച പുലർച്ചെ തകർന്നത്. വെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു. പ്രധാന റോഡുമായുള്ള ബന്ധം മുറിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.